സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. ആൻഡ് ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസാണ്. സോ ഞാൻ ഓൾറെഡി റൈസ് ബോയിൽ ചെയ്തു ആൻഡ് വെജിറ്റബിൾസ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം. സോ ഇപ്പോൾ നമ്മൾ ഓൾറെഡി റൈസ് ബോയിൽ ചെയ്ത് കഴിഞ്ഞു ആൻഡ് ഇതൊന്ന് ഊറ്റാൻ പോവാണ്. ഈ റൈസ് ആയതുകൊണ്ട് എനിക്ക് കുക്കറിൽ അടിക്കുമ്പം ഓവർ കുക്ക്ഡ് ആകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. സോ വാട്ട് ഐ ഡു ഇസ് ഐ നോർമലി ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഇതിനെ കുക്ക് ചെയ്യാറ്. നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം ഇതിൻ്റെ വേവ് എങ്ങനെയുണ്ട്, കുഴഞ്ഞു പോയോ എന്ന് നമുക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യാം. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ കുറച്ചിങ്ങനെ സ്റ്റിക്കി അല്ലാത്ത റൈസ് വേണം, വിട്ട് വിട്ട് നിൽക്കുന്ന ടൈപ്പ്. നമ്മുടെ റൈസ് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയി കഴിഞ്ഞു. ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നൊരു പരുവത്തിൽ ഇറ്റ്സ് പെർഫെക്റ്റ്ലി കുക്ക്ഡ്. ഞാനിപ്പം വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആദ്യം ഞാൻ ഗാർലിക് ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. ക്യാരറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില്ലി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സവാള ഒരു 4 എടുത്തിട്ടുണ്ട്. സോ ഇത് 4 പേർക്ക് കഴിക്കാനുള്ള ഒരു പോർഷൻ ഓഫ് ഫ്രൈഡ് റൈസാണ്. അതുകൊണ്ടാണ് അത്ര റൈസ് വന്നത്. ഞാനതിന് ഒരു 1.5 ക്യാരറ്റ്, ഒരു ചില്ലി, പിന്നെ നമ്മൾ പെപ്പറൊക്കെ ആഡ് ചെയ്യും, സോ സ്പൈസി ആവും. ആൻഡ് 4 സവാളാസ്, പിന്നെ തക്കാളി ഞാൻ എടുക്കുന്നുണ്ട്. ആക്ച്വലി നോർമലി ഫ്രൈഡ് റൈസിന് തക്കാളി അങ്ങനെ ഇടാറില്ല. ഞാനിത് കുറച്ചൊന്നൊരു മസാല ഇങ്ങനെ നമ്മൾ സോസ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും വേറെ സോസൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് കുറച്ച് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യാം, പക്ഷേ സോയ സോസ് അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം അതിനും കൂടെ പാകമായിട്ടാണ് ഞാനീയൊരു തക്കാളി എടുത്തിരിക്കുന്നത്. നമുക്കിനി ക്യാരറ്റ്സ് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മൾ അപ്പം സവാള അരിഞ്ഞു, പിന്നെ നമ്മുടെ ക്യാരറ്റ്സ് ചോപ്പ് ചെയ്തു, പിന്നെ ഗ്രീൻ ചില്ലി ഗാർലിക്കും നമ്മൾ ചോപ്പ് ചെയ്തു. സവാള ഞാൻ 3-4 എടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാലഡിനും കൂടെ ഇതിൽ നിന്ന് എടുക്കാം. വേണമെങ്കിൽ സാലഡിനും കൂടെ ആയിട്ടാണ് ഞാൻ എടുത്തത്. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പാത്രം കുക്ക് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കാം. ഞാൻ കുറച്ച് അൺസോൾട്ടഡ് ബട്ടറാണ് ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗാർലിക് ബട്ടറിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് ആൻഡ് നല്ലൊരു ഫ്ലേവർ ആഡ് ചെയ്യും നമ്മുടെ ഫ്രൈഡ് റൈസിന്. കുറച്ച് ബട്ടറിലേക്ക് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. സോ അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് ഓഫ് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. മോർ ദാൻ ഹാഫ്. ഞാൻ കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടൊമാറ്റോ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാഫ് ടീസ്പൂൺ സോൾട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആഡ് ഇൻ സം ക്യാരറ്റ്. ഇത് വന്നിട്ട് ചിക്കൻ മസാലയാണ്. അത് ഞാനൊരു 1/2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ. ഇത് ഞാൻ ഓഫ് ചെയ്തു. ആൻഡ് മീൻവൈൽ നമുക്ക് എഗ്ഗ് നമ്മുടെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം.
മിക്സിന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. നമുക്കൊരു ടീസ്പൂൺ സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇത്രയും സോൾട്ട് നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് വെച്ച റൈസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇത്രയൊന്ന് ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല and some salt to taste. ഫ്രൈഡ് റൈസ് റെഡിയായി. ഇനി നമ്മൾ സാലഡിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണുള്ളത്. ആൻഡ് ഇതിൽ യോഗട്ടും കൂടെ അവർക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുത്ത് നോക്കാം. അവരുടെ കമൻസ് എന്താണ്, റിവ്യൂ എന്താണെന്ന് നോക്കാം. അപ്പം ഇന്ന് ഗൗരിയുടെ ഫുഡാണ് ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൗരി നമുക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യലായിട്ട് ഫ്രൈഡ് റൈസ് ആൻഡ് സാലഡ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല മണമുണ്ട്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ കഴിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് മോനിഷ ചേച്ചിയാണ്, എൻ്റെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഹൈദരാബാദിൽ നിന്ന് വന്നു എൻ്റെ ഫ്രൈഡ് റൈസ് ട്രൈ ഒരു കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് കൂടെ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.